ഹലോ, എല്ലാവർക്കും നിങ്ങളുടെ സ്വന്തം ശ്രീവേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പുതിയതായിട്ട് ഉണ്ടാക്കാൻ പോണത് ഒരു ഫിഷ് ഫ്രൈ ആണ്. ഫിഷ് ഇല്ലാത്ത ഒരു ഫിഷ് ഫ്രൈ. നമ്മൾ ഈ കായ കൊണ്ടാണ് ഫ്രൈ ആയിട്ട് ഫിഷ് വറുക്കുന്ന അതേപോലെയാണ് ഇത് വറുത്തെടുക്കാനായിട്ട് പോണത്. അതിനായിട്ട് നമ്മൾ ആദ്യം ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് ഞാൻ അതിൽ ചുണ്ണാമ്പാണ് ഇട്ടിരിക്കുന്നത്. കാര്യം ഈ കായക്ക് നല്ല കറയുണ്ടാവും. അപ്പോൾ ആ കറ നമുക്ക് കളയണമെന്നുണ്ടെങ്കിൽ ചുണ്ണാമ്പാണ് ഏറ്റവും നല്ലത്. അപ്പോൾ അത് കായ വെള്ളത്തിലിട്ടിട്ട് നന്നായിട്ട് കഴുകി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാ കണ്ടോ, ആ വെള്ളം കണ്ടോ, നല്ല കറുത്ത കളറാവണത്. അത് ഈ കായയുടെ കറയാണ്. അപ്പോൾ ആ കറ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിലാണ് കായ നല്ല രുചിയിൽ നമുക്ക് വറുത്തെടുക്കാനായിട്ട് പറ്റുള്ളൂ. പിന്നെ വല്ലാണ്ട് ചെറിയ കഷ്ണങ്ങളായിട്ട് അരിയേണ്ട ആവശ്യമില്ല. ദാ ഈ സൈസിൽ വേണം അരിയാനായിട്ട്. ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വറുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കഴിക്കാൻ ഉണ്ടാവില്ല ഒട്ടും. കാര്യം കായ അറിയാലോ, കായ ഉള്ളിൽ വളരെ സോഫ്റ്റ് ആവും വറുത്ത് കഴിഞ്ഞാൽ അല്ലേ. ഇതാണ് ചുണ്ണാമ്പ്. ഇതിട്ടിട്ടാണ് ഞാനിപ്പോൾ ഇത് കഴുകിയെടുത്തത്. ഇനിയിപ്പോൾ ഇതിനെ നമ്മൾ ഉപയോഗിക്കാൻ പോണ മസാല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സവോളയാണ്, പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി. ഇത്ര പോകുന്ന സവാളയാണ് എടുത്തിരിക്കുന്നത്. കാര്യം ഒരു കായല്ലേ നമ്മൾ വറക്കണത്. അപ്പോൾ ഒരു കായക്ക് ഇത്രേ വേണ്ടൂ ക്വാണ്ടിറ്റി. ഇതൊരു 4 പേർക്ക് സുഖമായിട്ട് ഊണ് കഴിക്കാനായിട്ട്, ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാനായിട്ട് തികയും. അപ്പോൾ ഈ മസാല നമ്മൾ എങ്ങനെയാ അരയ്ക്കണമെന്ന് വിചാരിച്ചാൽ വല്ലാണ്ട് അരയാനും പാടില്ല, എന്നാൽ ചതയുമല്ല. അങ്ങനത്തെ രീതിയിൽ വേണം അരച്ചെടുക്കാനായിട്ട്. അപ്പോൾ അത് ഞാൻ അരച്ചെടുത്തു. ഇനി നമ്മൾ കായ നന്നായിട്ട് കഴുകി അതിലത്തെ വെള്ളമൊക്കെ ഒന്ന് വാർത്തെടുത്തിട്ട് ഈ മസാല ഇതിലേക്ക് മിക്സ് ചെയ്യാൻ പോവാണ്. മസാല മിക്സ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പൂൺ കൊണ്ടൊന്നും തേച്ചാൽ പോരാ. നമ്മൾ കൈ കൊണ്ട് തന്നെ നന്നായിട്ട് കായയിലേക്ക് തിരുമ്പി പിടിപ്പിക്കുക തന്നെ വേണം. എന്നാലാണ് ആ കായയുടെ എല്ലാ ഭാഗത്തും ആ മസാല നന്നായിട്ട് പിടിക്കുകയുള്ളൂ. എന്നിട്ട് ഒരു 20 മുതൽ 30 മിനിറ്റ് വരെ നിങ്ങൾ അതൊരു സൈഡിലേക്ക് മാറ്റി വെച്ചോളൂ. അപ്പം തന്നെ വറുത്താലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലേക്ക് ഒന്ന് നന്നായിട്ട് ഈ കായയിലേക്ക് ഈ മസാല നന്നായിട്ട് പിടിക്കണം എന്നുണ്ടെങ്കിൽ കുറച്ച് നേരം ഒന്ന് മാറ്റി വെക്കുന്നത് നല്ലതാണ്. എന്നിട്ട് പിന്നെ നമ്മൾ പാനിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണയാണ് ഒഴിക്കുന്നത്. വല്ലാണ്ട് എണ്ണയിലിട്ടിട്ട് മുരിക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഒരു 2 ടേബിൾ സ്പൂണാണ് എണ്ണ ഒഴിക്കുന്നുള്ളൂ. എണ്ണ ഒരുപാട് നമ്മുടെ ശരീരത്തിൽ ചെല്ലണത് നല്ലതല്ലല്ലോ അല്ലേ. അപ്പോൾ അതിലേക്ക് എന്നിട്ട് കായ ഇട്ട് കൊടുക്കുക. കായ നന്നായിട്ട് അതിൽ പരത്തിയിടണം. കായ കിടക്കുന്ന സ്ഥലത്തൊക്കെ എണ്ണയും വേണം. അതല്ലാന്നുണ്ടെങ്കിൽ കായ കരിയാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ ഇങ്ങനെ പരത്തിയിട്ട് കൊടുക്കുക. ഈ ഓരോ കായയുടെ കഷ്ണവും എണ്ണയിൽ മുട്ടിക്കിടക്കണം. എന്നാലാണ് അത് ശരിയായ രീതിയിൽ വേവുള്ളൂ. പിന്നെ വെള്ളം ഒന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. അതിൽ തന്നെ ഉണ്ട്, അത് വേവാനുള്ള വെള്ളം അതിൽ തന്നെയുണ്ട്. ഇങ്ങനെ പരത്തിയിട്ട് കൊടുത്തിട്ട് ഒരു മൂടി കൊണ്ട് അടച്ചു വെക്കുക. അടച്ചു വെച്ചിട്ട് ഒരു 10 മിനിറ്റ് നമ്മൾ വെയിറ്റ് ചെയ്യണം. 10 മിനിറ്റ് നമ്മൾ വെയിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പോഴേക്കും അത് വെന്തിട്ടുണ്ടാവും. ഒരു സൈഡ് വെന്തിട്ടുണ്ടാവും കേട്ടോ. അത് കഴിഞ്ഞിട്ട് അത് തുറന്നിട്ട് പിന്നെ മറ്റേ സൈഡും കൂടി ഓരോ കായയായിട്ട് ഓരോന്നായിട്ട് എടുത്തിട്ട് മറിച്ചിട്ട് കൊടുക്കണം. കണ്ടോ, ഇങ്ങനെ ഒരു സൈഡ് വെന്തു. ഇപ്പത് ഇനി മറ്റേ സൈഡ് തിരിച്ചിട്ട് കൊടുക്കുക. അപ്പം എന്നിട്ട് ഒരു 5 മിനിറ്റും കൂടി അതുപോലെ അടച്ചു വെക്കുക. അപ്പോൾ ഈ സൈഡും വെന്ത് കിട്ടും. ഇനി ബാച്ചിലേഴ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അരയ്ക്കാനൊക്കെ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മാത്രം മിക്സ് ചെയ്തിട്ട് ഒന്ന് കുറച്ച് നേരം അത് പുരട്ടിയിട്ട് കുറച്ച് നേരം വെച്ചിട്ട് ഇങ്ങനെ വറുത്തെടുത്തിട്ടുണ്ടെങ്കിൽ ശരിക്കും മീൻ വറുത്ത അതേ ഒരു ടേസ്റ്റ് തന്നെയാണ് ഇതിനുണ്ടായിരിക്കുക. അപ്പോൾ നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഈ റെസിപ്പി വളരെ ടേസ്റ്റാണ്. അപ്പോൾ ഇതാ ഒരു ഭാഗം മറിച്ചിട്ടിട്ട് മറ്റേ ഭാഗത്തേക്ക് ആക്കിയപ്പോഴേക്കും തന്നെ വീടിൻ്റെ ഉള്ളിൽ മുഴുവന് മീൻ വറുത്തൊരു ഫീലിംഗ് ആണ്. മോൻ ചോദിക്കാൻ തുടങ്ങിയത് എന്താ അമ്മ മീൻ വറുക്കണുണ്ടോ വീട്ടിൽ എന്ന്. ഞങ്ങൾ വെജിറ്റേറിയൻ ആണ്. അപ്പോൾ വീട്ടിൽ അങ്ങനെ മീനൊന്നും വറക്കാറില്ല. അപ്പോൾ അവൻ ചോദിക്കണത് എങ്ങനെ മീൻ വറുത്തത് അമ്മയെന്ന്. കണ്ടോ, കായ എങ്ങനെയൊന്ന് എടുത്ത് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും ഇത് വെന്തിട്ടുണ്ട് എന്ന്. ഇങ്ങനെ ഗോൾഡൻ ബ്രൗൺ കളർ ആവണ വരെ നിങ്ങൾ വറുത്തെടുത്താൽ മതി. നന്നായിട്ടൊന്ന് വല്ലാണ്ട് ഫ്രൈ ആവാൻ പോണ്ട, എന്നാൽ നന്നായിട്ടൊന്ന് വേവും വേണം. അപ്പോൾ തോലധികം കളയാത്തത് കൊണ്ട് നമുക്കത് നല്ല ടേസ്റ്റ് തന്നെ ഉണ്ടാവും. വളരെ നല്ല. ഇനിയിപ്പോൾ ഇതിൽ മുകളിൽ നമുക്ക് വേണമെങ്കിൽ കുറച്ച് കറിവേപ്പില ഇടാം കേട്ടോ. ആ സ്മെല്ലും അതിന് കിട്ടുന്നത് നല്ലതാണ്. നമുക്കറിയാമല്ലോ വീട്ടിലെ മീൻ വറവിൻ്റെ ആ ഒരു
ടേസ്റ്റിലേക്ക് അത് എത്തിയിട്ടുണ്ടാവും. അപ്പൊ നിങ്ങൾ വീട്ടിൽ ഒരു ദിവസമെങ്കിലും ചോറുണ്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഈ കായവറവ്. ഇത് വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.